20 വർഷങ്ങൾക്ക് ശേഷമാണ് സൂരജ് വധക്കേസിൽ കോടതി ശിക്ഷ വിധിക്കുന്നത്. കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 9 പ്രതികളിൽ 8 പേർക്കാണ് ജീവപര്യന്തം തടവ്. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 2 മുതൽ 6 വരെയുള്ള പ്രതികളും ഗൂഢാലോചനയിൽ പങ്കെടുത്ത 7 മുതൽ 9 വരെയുള്ള പ്രതികളും ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടു. 1-ാം പ്രതിയെ ഒളിവിൽ പാർപ്പിച്ചതിന് 11-ാം പ്രതി പ്രദീപിന് 3 വർഷം കഠിന തടവും വിധിച്ചു. 1-ാം പ്രതി ഷംസുദ്ദീനും 12-ാം പ്രതി രവീന്ദ്രനും വിചാരണ വേളയിൽ മരണപ്പെട്ടിരുന്നു. പിഴസംഖ്യ മരിച്ച സൂരജിന്റെ ബന്ധുക്കൾക്ക് നൽകണമെന്നാണ് കോടതി ഉത്തരവായിരിക്കുന്നത്. അത് കൂടാതെ ലീഗൽ സർവീസസ് അതോറിറ്റിയോട് ബന്ധപ്പെട്ട മരണപ്പെട്ട സൂരജിന് നഷ്ടപരിഹാരം നൽകാനും കോടതിയുടെ ഉത്തരവിലുണ്ട്. 2005 ഓഗസ്റ്റ് 7-നാണ് മുഴപ്പിലങ്ങാട് ടെലിഫോൺ എക്സ്ചേഞ്ചിന് മുന്നിൽ വെച്ച് സൂരജിനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. CPM വിട്ട് BJPയിൽ ചേർന്നതിലുള്ള വിരോധം മൂലം കൊലപ്പെടുത്തിയെന്നാണ് കേസ്. TP കേസ് പ്രതി TK രജീഷിനെയും മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി PM മനോജിന്റെ സഹോദരൻ മനോരാജ് നാരായണനെയും പിന്നീട് പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തി. TK രജീഷിന്റെ കുറ്റസമ്മത മൊഴിയാണ് നിർണായകമായത്. ജയിലിലേക്ക് കൊണ്ടുപോകും വഴി കോടതിക്ക് മുന്നിൽ വെച്ച് CPM പ്രവർത്തകർ കുറ്റവാളികൾക്ക് അഭിവാദ്യങ്ങളുമായി എത്തി. കാരായി രാജനടക്കമുള്ള നേതാക്കളും കോടതിയിലെത്തിയിരുന്നു. പ്രതികൾ നിരപരാധികളെന്നാണ് CPM നിലപാട്. അതിനാൽ വിധിക്കെതിരെ മേൽക്കോടതിയെ സമീപിക്കാനാണ് പാർട്ടി തീരുമാനം. കണ്ണൂരിൽ നിന്നും ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.